ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ഓണം റിലീസായിട്ട് ഈ 2024 വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകൾ ആ സിനിമകളുടെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓണചിത്രങ്ങളിൽ ഏത് സിനിമയ്ക്കാണ് കൂടുതൽ കളക്ഷൻ, ഏത് സിനിമയാണ് ഓണം വിന്നർ തുടങ്ങിയ റിപ്പോർട്ടുകൾ, ഒപ്പം തന്നെ 4 സിനിമകളുടെ കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഓണം റിലീസായിട്ട് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോ നായകനെത്തിയ ARM ഇപ്പോഴത്തെ 92 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. ഓണം റിലീസ് എത്തിയ ഒരു ലോ ബഡ്ജറ്റ് സിനിമ, ഒരു ഹൈപ്പുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ ആസിഫ് അലി സിനിമയാണല്ലോ കിഷ്കിന്ദ കാണ്ഡം. 72 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് അടുക്കുകയാണ്. അതേസമയം മൂന്നാമത്തെ സിനിമയായിട്ട് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ പോലും RDX പോലെ ഓണനാളുകളിൽ ഞെട്ടിക്കുമെന്നൊക്കെ പ്രതീക്ഷ തിയേറ്ററുകളിലേക്ക് എത്തിയ ആന്റണി വർഗീസ് സിനിമയാണല്ലോ കൊണ്ടൽ. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 4 കോടി രൂപ പോലും എത്തപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ചിത്രം തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ സ്റ്റാറ്റസും നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ഓണക്കാലത്തെ സിനിമയായിരുന്നല്ലോ ചെറിയ വിവാദമെല്ലാം തന്നെ ഒരു സൈഡിലൂടെ ഉണ്ടാക്കിയ നോക്കി നിസ്സംശയം പറയാവുന്ന ബാഡ് ബോയ്സ്. ഒമർ ലുലു സംവിധാനം ചെയ്ത റഹ്മാൻ നായകനെത്തിയ സിനിമയുടെ ഫൈനൽ ഗ്രോസ് 2 കോടിയിൽ പരം രൂപയാണ്. ഈ ചിത്രം ഓണനാളുകളിലെ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് നേടിയെടുത്ത രണ്ടാമത്തെ മലയാളം സിനിമ കൂടിയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2 സിനിമകൾ വലിയ ഗംഭീര വിജയം നേടിയെടുത്തപ്പോൾ 2 ഓണചിത്രങ്ങൾ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് കൈവരിക്കുന്നതായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഓണക്കാല വിന്നർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളത് പോലെ തന്നെ അത് ARM എന്ന സിനിമ തന്നെയാണ്. ടൊവിനോ നായകനെത്തിയ അജയന്റെ രണ്ടാം മോഷണം തന്നെയാണ് ആദ്യ ദിവസങ്ങളിലാണെങ്കിലും ആദ്യ വീക്കിലാണെങ്കിലും ഇപ്പോഴത്തെ ഫൈനൽ കളക്ഷനിലേക്ക് എത്താനിരിക്കുന്ന ഈ സമയത്താണെങ്കിലും ഓണചിത്രങ്ങളിൽ വിന്നറായിട്ട് മാറിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ, കേരള കളക്ഷൻ തുടങ്ങിയവയെല്ലാം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ARMന് നല്ല കോമ്പറ്റീഷൻ നൽകിയ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയെ പൂർണ്ണമായിട്ടും നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ഓണം റിലീസുകളിൽ ഏറ്റവും വലിയ ലാഭം നേടിയെടുത്ത സിനിമ കിഷ്കിന്ദ കാണ്ഡമാണ്. അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ ARMന്റെ 1/3 കളക്ഷനും പകുതിയിൽ താഴെ കളക്ഷൻ എല്ലാം തന്നെ ഉണ്ടായിരുന്ന സമയം കിഷ്കിന്ദ കാണ്ഡത്തിനുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നും നിലവിൽ 20 കോടി രൂപ മാത്രം വ്യത്യാസത്തിൽ ARM കിഷ്കിന്ദ കാണ്ഡം തമ്മിൽ കളക്ഷൻ എത്തുമ്പോൾ അത് കിഷ്കിന്ദ കാണ്ഡത്തിന്റെ നേട്ടമാണ് എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ആകെ മൊത്തത്തിൽ ഓണക്കാലം 2 മലയാളം സിനിമകൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാലമായിട്ട് മാറിയിരിക്കുകയാണ്. അവസാനമായി പറയുകയാണെങ്കിൽ 2022 ഓണം വിന്നർ ഫാലിമി ആണെങ്കിൽ, 2023 ഓണം വിന്നർ RDX ആണെങ്കിൽ, ഇപ്പോഴത്തെ ഈ 2024 ഓണം വിന്നർ ARM എന്ന സിനിമ തന്നെയാണ്. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്.